നമ്മൾ റെഡി ആയിട്ട് നിൽക്കുന്നത് കാശിനിക്കും പൊന്നൂസിനും ജലദോഷമാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാനാണ്. ചിന്നുവിൻ്റെ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ തേനൂസിനെ അവരൊക്കെ കാണിക്കണത്. അപ്പോൾ ഞാൻ പറഞ്ഞു എങ്കിൽ ഞങ്ങളും കൂടെ വരുന്നു, വിചാരിച്ചില്ലല്ലോ. അപ്പം ചിന്നു പറഞ്ഞത് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരിപ്പോൾ വരും, അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കും. പൊന്നൂസ് പറയാം അമ്മയെ കാറിൻ്റെ ഗ്ലാസ് ആക്കണേ, എനിക്ക് AC പറ്റത്തില്ല, ഞാൻ ഛർദ്ദിക്കും എന്നൊക്കെ പറയുവാണ്. അപ്പം ഞങ്ങൾ റെഡി ആയിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. 2:30 വരുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അളിയൻ എവിടെയോ പോകേണ്ടതുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ലേറ്റായി. പിന്നെ നമുക്ക് ഡോക്ടർ 3 മണി തൊട്ട് 4:30 വരെയുണ്ട്. അപ്പം പിന്നെ നമ്മൾ വേഗം തന്നെ ഇറങ്ങി. കാരണം അളിയന് വൈകിട്ട് അമ്പലത്തിൽ പരിപാടിയുണ്ട്. നമ്മുടെ കവറാട്ട് അമ്പലത്തിൽ അൻപൊലി എടുക്കുന്നതും എഴുന്നള്ളിക്കുന്നതും എല്ലാം ശിവരാത്രിയുടെ അനുബന്ധിച്ച് അളിയനാണ്. അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷം പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് കുറവായിരിക്കും. അങ്ങനെ നമ്മൾ എത്തുന്നതിന് മുമ്പേ നമ്മളെ വെയിറ്റ് ചെയ്ത ഒരാളുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഇവരെ കാണാനും വേണ്ടിയിട്ട് അമ്മ നേരത്തെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോക്ടറിനെ കാണിക്കാനായിട്ട് തിരക്ക് കുറവായിരുന്നു. അപ്പോൾ വേഗം തന്നെ നമ്മൾ ടോക്കൺ എടുത്ത് ഡോക്ടറിനെ കണ്ട് ഇറങ്ങി. കുഴപ്പമില്ല, രണ്ടുപേരുടെയും ചെസ്റ്റ് ക്ലിയർ ഒക്കെയാണ്. പിന്നെ കാലാവസ്ഥയുടെ ഒരു ഇത് കൊണ്ടാണെന്ന് പറഞ്ഞു. പിന്നെ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയ പാർക്കുണ്ട്. തേനൂസും മുന്നൂസും പിന്നെ അവിടെ കളിയായി. ഞാൻ പിന്നെ വേഗം തന്നെ ഫാർമസി പോയി മരുന്ന് വാങ്ങി. എൻ്റെ 176ാമത്തെ ടോക്കണായിരുന്നു. അവിടെയും തിരക്ക് കുറവായതുകൊണ്ട് നമുക്ക് വേഗം തന്നെ മരുന്നും കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ അമ്മ ആദ്യം പറഞ്ഞു ഞാൻ ഇവിടുന്ന് തന്നെ പൊക്കോളാം, നിങ്ങൾ തിരിച്ചു പൊക്കോ, അനിലിന് പോകണമല്ലോ, അമ്പലത്തിൽ പോകണമല്ലോ അളിയന്. അങ്ങനെ പിന്നെ അപ്പം അളിയൻ പറഞ്ഞു കുഴപ്പമില്ല, വൈകുന്നേരത്തേക്കിന് പോയാൽ മതി, അമ്മ അങ്ങോട്ട് ആക്കിയിട്ട് പോകുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ കാർ നമുക്കിവിടെ പാർക്കിങ്ങിന് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ കാർ എടുക്കാനും വേണ്ടിയിട്ട് അളിയൻ പോയി. അപ്പോൾ അമ്മ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ വേഗം നിങ്ങൾക്ക് ചായ ഇട്ട് തരാം, അപ്പം എന്തെങ്കിലും കൂടെ കഴിക്കാൻ വാങ്ങണമെന്ന്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ കഴിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ അമ്മ വേഗം തന്നെ ചായ ഇടാനായിട്ട് പോയി. അന്നേരം ഈ ചിന്നു എടുത്ത് വെക്കുന്ന ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കഴിക്കുവാണ് കേട്ടോ. ഇത് പപ്പടം പൊള്ളിച്ചിട്ട് മാവിനകത്തിട്ട് വറുത്തത്, നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. ഒരു വെറൈറ്റി ഐറ്റമായിരുന്നു. പിന്നെ ഉള്ളിവടയും മുളക് ബജിയും മുട്ട ബജിയൊക്കെ ആയിട്ട് നമ്മൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു അയ്യോ ഞാൻ ചക്കയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. എനിക്ക് ചക്കയപ്പം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഇനി വയറ്റിലൊരു ശകലം സ്ഥലം പോലും ഇല്ല, ഒരു കാര്യം ചെയ്യും അമ്മ ഇതങ്ങ് പൊതിഞ്ഞെടുത്തോന്ന്. അങ്ങനെ പിന്നെ അമ്മ വേഗം 2-3 എണ്ണം കവറിനകത്താക്കിയിട്ട് എനിക്ക് തന്നു വിട്ടു. അപ്പം ഞാൻ പറഞ്ഞാൽ ശരി, ഇത് അവിടെ ചെന്നിട്ട് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതൊക്കെ ആയിട്ട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് അമ്മയോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മളങ്ങനെ പോയി. പിന്നെ വരുന്ന വഴിക്ക് കൊട്ടിയിലമ്പലത്തിൽ ശിവരാത്രിയുടെ ഉത്സവം നടക്കുവാണല്ലോ. അങ്ങനെ എല്ലാ കടകളും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് എല്ലാം കാളകൾ, ശിവരാത്രിയുടെ കാളകൾ ഇങ്ങനെ റെഡിയായി കുറേ ഇടത്ത് നമ്മൾ കണ്ടു കേട്ടോ. ഇത് വിയപുരത്ത് നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക്, ഇതെന്ന് പിന്നെ നമ്മുടെ മണാശാലയിൽ തന്നെ ഉള്ളതാണ്.